എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് അവർക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡിയാക്കി കൊടുക്കാം. ഇതിപ്പോൾ സ്കൂളിലേക്കൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിടാനും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി ഇത് കണക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് മുട്ട എടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ആവശ്യമായ എണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂണോളം പച്ചമുളകും വെളുത്തുള്ളി ജീരകം പെരുംജീരകം ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് വളരെ പെട്ടെന്ന് തന്നെ രാവിലെ ഇതുപോലെ വേവിച്ചെടുക്കാൻ പറ്റും. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. എരിവിനനുസരിച്ച് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. പിന്നെ ഞാനിവിടേക്ക് ഗരം മസാല പൗഡർ എടുക്കുന്നുണ്ട്, അതും കൂടി ചേർക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇത് വെന്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് കണക്ക് മുട്ട എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കുരുമുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് റെഡിയാക്കി വയ്ക്കാം. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാമല്ലോ. ഇപ്പം ഞാൻ കുറച്ച് ക്യാരറ്റ് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഈ മിക്സ് നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കോരി ഒഴിക്കാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ പാൻ ഒരുവിധം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഈ മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. 3 മുട്ട ആയതുകൊണ്ട് നല്ല വലിയൊരു വലുപ്പത്തിൽ തന്നെ ഇത് കിട്ടും. ഇത് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ സോസേജ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അതും കൂടി ഇതിൻ്റെ കൂടി ചേർക്കാം. അതിനായിട്ട് ഞാനിതൊരു പാക്കറ്റ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടുവെള്ളത്തിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ആറി തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ ഒരു നീളത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ കനം കുറച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് വഴന്ന് കിട്ടും. ഒരുപാട് ഡ്രൈ ആക്കാതെ തന്നെ പെട്ടെന്ന് ഇത് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുത്ത മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ സോസേജ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഞാൻ റെഡിയാക്കി ഫ്ലെയിം ഓഫ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത മുട്ട ഇതേപോലെ 3 പീസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തി നേരത്തെ റെഡിയാക്കി വെച്ചതായിരുന്നു, ഒന്ന് ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് രാത്രി ഡിന്നറിന് വേണ്ടി കൊടുക്കാനും പറ്റും. ഇത് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ഇത് വയറ് നിറയുകയും ചെയ്യും. നല്ല ഫില്ലിങ്ങും ആയിരിക്കും. ഇത് കണക്ക് നമുക്ക് ഉണ്ടാക്കിയെടുത്ത മുട്ട ആദ്യമേ ഒന്ന് വയ്ക്കാം. അപ്പോൾ ഈ സോസേജ് കുട്ടികൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അത് വയ്ക്കാം. അത് വെച്ച് നമുക്ക് കുറച്ച് ഇതിന് പുറത്ത് കുറച്ച് വെജിറ്റബിൾസും കൂടി വയ്ക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ക്യാരറ്റ്, ടൊമാറ്റോ അല്ലെങ്കിൽ കുക്കുംബർ ഇതൊക്കെ നമുക്കിതിനേക്ക് വയ്ക്കാം.
ഒരു ഹെൽത്തി ഫീലിംഗ് ആയിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടെ നമുക്കിതിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇതേ കണക്ക് 2 ചപ്പാത്തി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ വേറൊരു ചപ്പാത്തിയിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ട് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മുട്ട പൊരിക്കുകയും പിന്നെ ഉരുളക്കിഴങ്ങും കൂടി റെഡിയാക്കി എടുത്താൽ അവരൊരിക്കലും ചപ്പാത്തി എനിക്ക് വേണ്ട എന്ന് പറയാറില്ല. ആവശ്യത്തിനുള്ള എരിവെല്ലാം നമ്മൾ ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. ഈ രീതിയിൽ നമുക്കിത് ടിഫിൻ ബോക്സിലേക്ക് വേണമെങ്കിലും കൊടുത്തു വിടാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് റെഡിയാക്കി വെച്ചതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കം ഒക്കെ അരിഞ്ഞിടാം. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി മീലായിട്ട് മാറും. അപ്പോൾ ഞാനിത് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഏതാ ഇഷ്ടമാവുന്ന രീതിയിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. ഏതാ ഇഷ്ടമാവുന്ന രീതിയിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.